ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലമിത്രമായ ഉദ്ധവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭൗതിക ജീവിതത്തിലെ അവസാന നിമിഷങ്ങളിലാണ് ഉദ്ധവൻ യഥാർത്ഥ കൃഷ്ണനെ അറിയുന്നത്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ, ആളുകൾ എന്നെ ഭൗതിക ശരീരമായി കാണുന്നു, ഞാൻ ശരീരമല്ല, ഞാൻ എല്ലായിടത്തും വ്യാപിച്ചിട്ടുള്ള ചിത് ശക്തിയാണ്, എല്ലാ വസ്തുക്കളിലും പരന്നു കിടക്കുന്ന ചൈതന്യമാണ്, പഞ്ചസാരയിലെ മാധുര്യം, ചന്ദ്രൻ്റെ പ്രകാശം, സൂര്യൻ്റെ ചൂട് എല്ലാം ഞാൻ തന്നെയാണ്, ഞാൻ സർവ്വവ്യാപിയാണ് എന്ന് പറയുന്നുണ്ട്. കൃഷ്ണഭഗവാനെ നീലനിറത്തിൽ ചിത്രീകരിക്കുന്നതിനുള്ള കാരണവും ഇതുതന്നെയാണ്. ഒരു പാദം നിലത്തുറപ്പിച്ച് മറ്റൊന്ന് അതിന് കുറുകെയായി നിലം സ്പർശിച്ചില്ല എന്ന മട്ടിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നിൽക്കുന്നത്. ഇത് ത്രിഭംഗി രൂപമാണ്. ഒരു പാദം ഭൂമിയിൽ ദൃഢമായി നിൽക്കുന്നു, മറ്റൊന്ന് സ്പർശിക്കുന്നില്ല, അത് മറ്റെവിടെയോ ആണ്. അതായത് ലോകത്തിൽ ജീവിക്കുവാൻ ആവശ്യമായ ഊർജം മാത്രമേ ഇവിടെ ചെലവഴിക്കാവൂ. ഒരു പാദം ഭൂമിയിൽ 100% ഉറപ്പിച്ചു വയ്ക്കുക, മറ്റേ പാദം സ്പർശിച്ചിട്ടില്ല എന്ന മട്ടിൽ വായുവിൽ നിർത്തുക. ഇങ്ങനെയാണ് ലോകത്തിൽ ജീവിക്കേണ്ടത്. ജീവനകലയുടെ രീതിയിൽ ഇങ്ങനെ ജീവിച്ച് ജീവിതം തന്നെ നൃത്തമാക്കി തീർക്കണം. ഹരേ ഗുരുവായൂരപ്പ ശരണം.